ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സീക്രട്ട് റിവീൽ ചെയ്യാനായിട്ടാണ്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിൻ്റെ സ്കിൻ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ കാരണമെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മേക്കപ്പ് ആണ്. അതിനേക്കാളും നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന സാധനം എന്താണ് ഞാൻ പറഞ്ഞു തരാം. അതായത് ബീട്രൂട്ട് സാലഡ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബീട്രൂട്ട് സാലഡ്. ഞാൻ ABC ജ്യൂസും ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ പച്ചമണം എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സാലഡിലോട്ട് മാറിയത്. ഈ സാലഡ് നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ പച്ചമണം അങ്ങനെ മാറി കിട്ടുന്നുണ്ട്. സ്കിന്നിന് മാത്രമല്ലാണ്ട് ബീട്രൂട്ടിൻ്റെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം എനിക്ക് ബീട്രൂട്ട് കൊണ്ട് മനസ്സിലായത്, കോൺസ്റ്റിപ്പേഷനുള്ള ഒരു മരുന്നായിട്ടാണ് ഞാൻ ഈ ബീട്രൂട്ട് സാലഡ് കഴിക്കുന്നത്. കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്യുക. BP ഹൈ ഉള്ള ആൾക്കാർ, പിന്നെ ഷുഗറുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഈ ബീട്രൂട്ട് സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൽ ഞാൻ ബീട്രൂട്ട് എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. നട്ട്സ്, പിന്നെ എന്താണ് ലെമൺ ജ്യൂസ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 ബീട്രൂട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അതിന്റെ സ്കിന്നും ഞാൻ നല്ലപോലെ പീൽ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ മുറിച്ചെടുത്ത എല്ലാ ബീട്രൂട്ടും ഞാൻ ഈ സാലഡ് ചെയ്യാനുള്ള ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടത് സവോളയാണ്. ഞാനിവിടെ സാലഡ് ചെയ്യാനുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഏത് സവാള വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഒരു സവാള എടുത്തു, അത് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സവാളയുടെ മണം അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പകുതി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് സവാള നല്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുള്ള് സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാലഡിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് സാലഡിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പകുതി നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ ജ്യൂസ് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. കറിയാലോ, നാരങ്ങയിൽ നല്ല പോലെ വിറ്റമിൻ C അടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ നേരത്തെ ഞാൻ പിഴിഞ്ഞ് വെച്ച നാരങ്ങ വെള്ളയും കുറച്ച് ഒലീവ് ഓയിലും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും. നിങ്ങൾക്ക് ടേസ്റ്റിന് എത്ര ഉപ്പ് വേണം അത്ര നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു പകുതി ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ കൂടി ഇതിലോട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിക്സറിൽ മിക്സ് ചെയ്ത എല്ലാ ജ്യൂസസിനും ഒലിവ് ഓയിലിൻ്റെ കൂടെ ഞാൻ നേരത്തെ മുറിച്ച് വെച്ച മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്ര ആകുമ്പോഴേക്ക് നമ്മളെ സാലഡ് ഇവിടെ റെഡിയാണ്. ഈ എല്ലാ മിക്സറും നമുക്കിനി സാലഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ബീട്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം കഴിച്ചാൽ മതി. എപ്പോഴും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഈ സാലഡ് കഴിക്കാറ്. പിന്നെ ഒരു പ്രാവശ്യം സാലഡ് ഉണ്ടാക്കിയാൽ എനിക്ക് 2 ദിവസത്തേക്ക് എന്തായാലും വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. വാൾനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വാൾനട്ട് നല്ല സ്കിന്നിന് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള നട്ടായതുകൊണ്ട് ഞാൻ വാൾനട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാലഡാവും. അപ്പോൾ നമ്മളിവിടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം. സ്കിന്നിന് നല്ല കളറും കൊടുക്കുകയും ചെയ്യും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണല്ലോ നമ്മളെ ഈ ബീട്രൂട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ചിക്കനും ബീട്രൂട്ട് സാലഡാണ് സ്റ്റാർട്ടേഴ്സായിട്ട്. നിങ്ങൾക്ക് പാർട്ടികളിൽ സ്റ്റാർട്ടേഴ്സായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.